और ये तीसरा अध्याय में हम पाया जाता है गवाही या गुप्त बात भी वहां पर दर्शाता है। ദൈവ സ്നേഹത്തിൻ്റെതായ ആഴങ്ങളെ കുറിച്ച് താൻ വിസ്തരിച്ച് പറയുന്നുണ്ട്. परमेश्वर की वचन की गहराई के बारे में भी वहां पर हम पाया गया है। ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്ന് പ്രകാശിപ്പിക്കുന്നു. और एफेसियों की पत्री तीसरा अध्याय की 8 और 9वां पद में मुझ पर जो सब पवित्र लोगों में से छोटे से भी छोटा हूं, यह अनुग्रह और की है अन्य जातियों के मसीह के आगमन धन और धन का सुसमाचार सुनाऊ. ഇവിടെ ക്രിസ്തുവിന്റെ അപ്രമേയമായിട്ടുള്ളതായ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. यहाँ पर इतनी अमूल्य चीज है जो बात के बारे में प्रचार करते हैं. ദൈവത്തിന്റെ അപ്രമേയമായിട്ടുള്ളതായ ആ ശക്തി അത് ദൈവമക്കൾ വിശ്വാസികള് അത് ക്രിസ്തുവിലുള്ളതായ വിശ്വാസത്താൽ അനുഭവിക്കുന്നു, എൻജോയ് ചെയ്യും. मसीह के अगम्य धन का सुसमाचार सुनाओ, ये बात वहां पर दी है. ഇവിടെ എഫേസ്യ സഭയുടേതായ പ്രശ്നം എന്താണെന്ന് നോക്കാം. एफेसिय मंडलियों की प्रश्न क्या है हम देखें. അവിടെ യഹൂദ ക്രിസ്ത്യാനികളും ജാതികളായിട്ടുള്ളതായ ആളുകളും ഒരുമിച്ച് വരുന്നതായ ഒരു സഭയാണ്. वहां पर वो मंडली में यूनानी या अन्य जातियों भी मिलजुले हुए मंडली है. പൗലോസിനെ വെളിപ്പെടുത്തി കിട്ടിയതായ മിസ്റ്ററി മർമ്മം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് എല്ലാ വിഭാഗങ്ങളിലുള്ളതായി ജാതികളിലും വലിപ്പച്ചെറുപ്പം വ്യത്യാസമില്ലാതെ ഒരു മനസ്സോടുകൂടി എല്ലാവരും ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതായ വെളിപ്പാടത്ത് प्रकाशित किया प्रेरित पौलुस को प्रभु ने दिया. जो वचन यही है, यूनानी या अन्य जातियों मिलजुलते हुए परमेश्वर को स्तुति और आराधना करने के लिए. യഹൂദ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ജാതികളായ ആളുകൾക്കും ദൈവത്തിന്റെ രക്ഷ ലഭ്യം എന്നത്രയും തനിക്ക് കിട്ടിയതായ വെളിപ്പാട്. और पौलुस को ये प्रकाशन मिला है यहूदियों केवल वही नहीं, यूनानियों भी अन्य जातियों भी प्रभु को आराधना करने के लिए मिलजुलना चाहिए. പൗലോസ് ഈ ലേഖനം എഴുതുന്നത് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടത്രേ. प्रेरित पौलुस ने यह पत्र लिखा है रोमियो के कारागृह में वास करते हैं उसी समय. താൻ അവിടെ കിടന്നുകൊണ്ട് അനുഭവിക്കുന്നതായ കഷ്ടങ്ങള്, വേദനകള്, പീഡനങ്ങളൊക്കെ ഓർത്ത് വിശ്വാസികളായ റോമിലെയും എഫെസോസിലെയും വിശ്വാസികള് അധൈര്യപ്പെട്ടു പോകരുത് എന്ന് അവരെ ഉത്സാഹിപ്പിക്കുന്നു. प्रेरित पौलुस कारागृह में है, वहां पर इतने पीड़ित है, संकट में है, लेकिन रोमियो और एफेसियों की मंडलियों में खत लिखता है आप लोग धक्के मानते हुए नहीं होना. അദ്ദേഹം പറയുന്നത് താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അത് ദൈവജനത്തിന്റെ മഹത്വത്തിന് മുഖാന്തരമായി തീരും എന്നത്രേ. पौलुस जो यह बात कहता है, और मैं शरीर में इतने पीड़ित होते हैं, आप लोग सुख सुखी में रहने के लिए बात. താൻ അനുഭവിക്കുന്നതായ ഈ കാരാഗ്രഹ ജീവിതം എന്ന് പറയുന്നത് അതിലൂടെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി അത്രേ. पौलुस ने ये कष्ट समझते हैं अपने लोगों को बचाने के लिए और अनुग्रह पाने के लिए. താൻ അനുഭവിക്കുന്നതായ വേദന നിറഞ്ഞ കഷ്ടതകൾ എന്ന് പറയുന്നത് അത് നിമിത്തം നിങ്ങൾ നിരാശപ്പെട്ടു പോകരുതെന്ന് അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു. प्रेरित पौलुस ने कारागृह में इतने दुख संकट सहते हैं, मेरा संकट को देखते हुए आप दुखी भरी नहीं होना. അത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതായ ഒരു കാര്യമെന്നത്രേ അദ്ദേഹം പറഞ്ഞു. जो परमेश्वर के कार्यक्रम में ये बात छुपी हुई है.
ഇനി അദ്ദേഹം 14-ാമത്തെ വാക്യം നോക്കാം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. 14 पद में लिखा है, मैं इसी कारण उस पिता के सामने घुटना टेकता हूं. താൻ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? പിതാവായ ദൈവത്തോടത്രേ പ്രാർത്ഥിക്കുന്നത്. प्रेरित पौलुस प्रार्थना करते हैं पिता परमेश्वर की ओर है. പിതാവ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനത്രേ. पिता परमेश्वर ने स्वर्ग राज्य में और पृथ्वी की सारे मसीही की परिवारों की और धनी बनने के लिए സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണം പിതാവിന്റെ സന്നിധിയിൽ താൻ മുട്ടുകുത്തുന്നു. सारे परिवारों कुटुंबों को नाम मिले दिए जाने के लिए घुटना टेकते हैं. പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു എന്നത്ര ഇവിടെ എഴുതിയിരിക്കുന്നത്. प्रेरित पौलुस घुटना टेकते हुए प्रार्थना करते हैं, ये बात वहां पर दिया गया है. ഗതശമന തോട്ടത്തില് അത് ഈ പറഞ്ഞോടുകൂടി യേശു മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു. गेत्सेमने वाटिया में मसीह ने घुटना में बैठते हुए प्रार्थना किया यहाँ पर पाया जाता है. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് പീഡിപ്പിക്കുന്നതായ സമയത്ത് താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. स्तेफानस को पत्रोवाह किया, उसी घड़ी में स्तेफानस भी घुटना टेकर प्रार्थना किया था. ശലോമോൻ ആരാധനാലയത്തിന്റെ ഉദ്ഘാടന വേളയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു. शलोमोन बादशाह ने और आराधनालय प्रतिष्ठा किया, उसी घड़ी घुटना टेकते हुए प्रार्थना किया था. ദാവീദ് രാജാവ് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചതായിട്ട് നാം വായിക്കുന്നു. दावीद राजा ने बैठते हुए प्रार्थना किया है, वही पाया जाता है. യഹൂദന്മാർ പൊതുവെ നിന്നുകൊണ്ട് അത്രേ പ്രാർത്ഥിക്കുന്നത്. यहूदियों ने खड़ा होकर प्रार्थना करना उनका और आदत है. ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ईसाई नाम दिए हुए लोग खड़ा होते हैं, बैठते हैं और लेटते हैं, ऐसे प्रकार प्रार्थना करने वाले हैं. എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. कैसा भी हो, प्रार्थना करना भला है. നാം കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. आंख बंद करके हुए प्रार्थना करते हैं. എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ നാം കണ്ണ് തുറന്നു തന്നെ പ്രാർത്ഥിക്കണം. गाड़ी चलाते हैं तब आंख खोलते हुए प्रार्थना करना. അപ്പൊ ദൈവം മുമ്പാകെ നാം പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യങ്ങളെ കുറിച്ച് താൻ നമ്മെ അറിയിക്കത്രേ ചെയ്യുന്നു. मसीह के सामने प्रार्थना करना कैसा है? प्रार्थना करना की आवश्यकता के बारे में पौलुस हमको दिया गया है. താൻ പ്രാർത്ഥിക്കുന്നത് ഈ എഫെസോസിലെ സഭ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശക്തി പ്രാപിക്കണം എന്നത്രേ. ये पौलुस प्रार्थना करते हैं एफेसियों की लोग सामर्थ्य शक्ति पाने के बारे में प्रार्थना करते हैं. 16-ാമത്തെ വാക്യമാണ്. 16वें पद में यह पाया जाता है कि वह अपने महिमा के धन के अनुसार तुम्हें यह दान दे कि तुम उसके आत्मा से अपने भीतरीय मनुष्य में सामर्थ्य पाकर बलवन्त होते जाए. പരിശുദ്ധാത്മാവിനാൽ ജനം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തി പ്രാപിക്കണം എന്നത്ര. पवित्र आत्मा की सामर्थ्य की मनुष्य के भीतर की मनुष्यत्व सामर्थ्य पाना चाहिए. 17-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. 17वें पद में और विश्वास के द्वारा मसीह तुम्हारे हृदय में बसे कि तुम प्रेम में जड़ पकड़ने के लिए बताया है. 19-ാം വാക്യത്തില് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുന്നതിന് വേണ്ടിയും ദൈവത്തിന്റെ എല്ലാ നിറവിനോട് നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. 19वें पद में और मसीह के उस प्रेम को जान सको जो ज्ञान से परे है,
कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ. ആ, നാം അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് വീണ്ടും ജനനം പ്രാപിച്ചതായ നമ്മുടെ ആത്മാവത്രേ. ये आंतरिक मनुष्यत्व के बारे में लिखा गया है. पवित्र आत्मा पाया हुए व्यक्तियों की आत्मा के बारे में लिखा गया है. പരിശുദ്ധാത്മ ശക്തിയാൽ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നു. पवित्र आत्मा की सामर्थ्य से आंतरिक मनुष्यत्व को शक्ति प्राप्त करता है. ദൈവവചനം കേൾക്കുമ്പോഴും അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നു. परमेश्वर की वचन सुनने का समय भी आंतरिक मनुष्यत्व शक्ति प्राप्त करते हैं. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടാകുന്നതായ ഒരവസ്ഥയത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. जो ऐसे सामर्थ्य पाने के समय मसीह की सामर्थ्य हमको दर्शा सकते हैं. അവിടെ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വസിക്കുന്നതിന് ഇടവരും. विश्वास के आधार पर मसीह हमारे में वास करता है. ये अनुभव हमारे मिलते हैं. നമ്മുടെ ഹൃദയങ്ങളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ വന്ന് അവിടെ വാസം ചെയ്യുമെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. परमेश्वर के वचन हमें ऐसा सिखाते हैं. हम प्रार्थना में लवलीन रहते तब पिता, पुत्र, पवित्र आत्मा हमारे में वास करते हैं. നമ്മളോടൊപ്പം ദൈവം ജീവിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുന്നത് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊക്കെ പലരും ചിന്തിക്കാം. हमें ऐसा सोच समझे पिता, पुत्र, पवित्र आत्मा हमारे साथ रहते हैं है नहीं है, ये सोचने की बात है. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അബ്രഹാമിന്റെ വീട്ടിൽ കർത്താവും അതുപോലെ ചില ദൂതന്മാരുമായിട്ട് കടന്നുപോയി. शक होने का कोई जरूरत नहीं. इब्राहिम के घर में और मसीह और दूधों इनका साथ घर में आया था. അവര് പിന്നെ സാറായും അബ്രഹാമും കൂടി അവരെ എന്ത് ചെയ്തു? അവരെ ശുശ്രൂഷിച്ചു, നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. सारा और इब्राहिम दोनों मिलकर अच्छा भोजन खिलाया है. ദൈവം അബ്രഹാമിന്റെ ഭവനത്തിൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. और परमेश्वर ने और अब्राहिम के घरों खानदानों को इतने सुरक्षित में दे. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. इसी कारण में हम मसीह में वास करें, मसीह हमारे में वास करे. ക്രിസ്തു വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം അത്രേ. मसीह विश्वास के आधार पर हमारे में जीते हैं, कितनी फलदायक है. അത് മാത്രമല്ല, അദ്ദേഹം പ്രാർത്ഥിച്ചത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുവാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. और केवल इतना ही नहीं, और मसीह के उस प्रेम को जान सको जो ज्ञान से पर है, कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം എത്രയെന്ന് അറിയണമെങ്കിൽ നാം ക്രൂശിലേക്ക് നോക്കിയാൽ മതിയാകും. यीशु मसीह की प्रेम की गहराई कितना है, कालवरी सलीब पर देखेगा तो मालूम पड़ते हैं. അപ്പൊ ഈ ക്രിസ്തുവിന്റെ ആ സ്നേഹം നാം എഫെസോസിലെ സഭയിലെ വിശ്വാസികൾ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്നത്രേ താൻ പ്രാർത്ഥിക്കുന്നത്. पौलुस प्रार्थना करते हैं, मसीह हमारे साथ कितने प्रेम और मेल मिलाप की है, ये बात लोगों को ज्ञानित रखना. അത് മാത്രമല്ല, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാനും താൻ പ്രാർത്ഥിക്കുന്നു. केवल इतना ही नहीं, परमेश्वर की सारी परिपूर्ण भरपूरी तक परिपूर्ण हो जाए. ദൈവത്തിന്റെ സമ്പൂർണത ക്രിസ്തുവിൽ നിറഞ്ഞു നിന്നു. मसीह का परमेश्वर की परिपूर्णता मसीह में भरते रहते थे. ആ ക്രിസ്തുവിന്റെ പൂർണ്ണത ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരാത്മാ ദേഹികളിലെ വൈകാരിക മണ്ഡലങ്ങളിലൊക്കെയും അത് പ്രതിഫലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
मसीह में ऐसे वास करेगा, मसीह हमारे में होता है तो और मसीह की सामर्थ्य हमको पा सकते हैं। നാം ക്രിസ്തുവിന്റെ എല്ലാ ദൈവത്തിന്റെ നിറവിനോളം നാം നിറഞ്ഞു വരുമ്പോൾ ആ, പഴയ മനുഷ്യൻ അപ്രത്യക്ഷമാകും, അവിടെ സ്ഥാനമില്ല. परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाएगा तो और मनुष्यत्व शब्द को वहां पर कोई और गिनती नहीं होता है। ഇങ്ങനെയാണെങ്കിൽ 20ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അവന് കഴിയും. 20वां पद में पाया जाता है अब जो ऐसा सामर्थ्य है कि हमारी बिंदी और समझने कहीं अधिक काम कर सकता है। തനിക്ക് വേണ്ടി താൻ അധികമായിട്ടൊന്നും പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. प्रेरित पौलुस ने अपने आप के लिए ज्यादा प्रार्थना नहीं किया है। തനിക്ക് അഥവാ താൻ എന്തെങ്കിലും തന്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി, തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്രയെ പ്രാർത്ഥിച്ചത്. पौलुस ने ऐसा अपने आप के लिए प्रार्थना किया तो और परमेश्वर की सेवकाई की मदद के लिए प्रार्थना किया है। താൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എഫെസോസിലെ സഭയുടെ ഐക്യത്തിന് വേണ്ടി അത്രേ. कारागृह में प्रेरित पौलुस ने रहकर और प्रार्थना करते हैं, एफेसुस मंडली की एकता के लिए प्रार्थना करते हैं। അതെ, അതുകൊണ്ട് അത്രേ താൻ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നത്. ऐसे कारण में पिता परमेश्वर की चरणों पर उठना टेकते हैं। അപ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. औरों के लिए प्रार्थना करना हमारा कर्तव्य है। സഹവിശ്വാസികൾക്ക് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കും. केवल ही अपने आप के लिए नहीं, औरों के लिए, विनाश की गड्ढे में जाने वाले के लिए भी प्रार्थना करना आवश्यकता है। അബ്രഹാം നശിച്ചു പോകുന്ന പട്ടണത്തിന് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിച്ചതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നു. इब्राहिम ने विनाश होते हैं, नाश होते हैं जो शहर के लिए प्रार्थना किया है। ദൈവത്തോട് താൻ ബാർഗെയിൻ ചെയ്യുകയാണ്, എത്ര നീതിമാന്മാർ ഉണ്ടെങ്കിൽ പട്ടണം നശിക്കാതിരിക്കും എന്ന്. और वाद विवाद में है स्वर्गदूतों के साथ, कितने जन वहां पर धार्मिकता में है, जो लोगों को गिनती देखते हुए उनको क्षमा दे। നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഉണർവ് ദേശത്ത് വ്യാപിക്കും. नाश होते हैं विनाश की लोगों के लिए हम प्रार्थना करेगा, प्रभु सारे अंधकार को धो डालेंगे। ഇനി താൻ പ്രാർത്ഥിക്കുന്നത് അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലാറാമയ്ക്കും. 16वां पद 16वां वाक्य। യെസ്. 16वां पद में यह देता है कि वह अपने महिमा के धन के अनुसार तुम्हें यह दान दे कि तुम उसके आत्मा से अपने प्रिय मनुष्य में सामर्थ्य पाकर बलवंत होते जाओ। 18-19 കൂടി വായിക്കാം. 18 और 19वां पद में भी पाया जाता है നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. 18 और 19वां पद में भी सब पवित्र लोगों के साथ भली भक्ति समझने की शक्ति पाओ कि उसकी चौड़ाई और लंबाई और ऊंचाई और गहराई कितनी है, और मसीह के उस प्रेम को जान सको जो ज्ञान से परे है कि तू परमेश्वर की सारी भरपूरी तक पूर्णता हो जाओ। ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ നാം സ്നേഹത്താൽ നിറയപ്പെടുന്നു. मसीह विश्वास के साथ हमारे हृदय में वास करते हैं, तब प्रेम और मेल मिलाप उसमें उत्पन्न होता है। വിശ്വാസി ആത്മീയമായിട്ട് വളരുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേര് ഊന്നി ജീവിക്കുമ്പോഴത്രേ.
और विश्वासियों विश्वास में जड़ पकड़ते हुए रहते हैं, वो ही फल मसीह हमारा हृदय में वास करने में। നമുക്ക് ചിന്തയ്ക്ക് അതീതമായിട്ട് ബുദ്ധിക്ക് അതീതമായിട്ട് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള രീതിയിൽ തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ, അതായത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ അത് ദൈവം ഇടയാക്കും. मसीह की अनोख अनोख बुद्धि अनुग्रह हमारे में देते हैं, हम वो सोच विचार नहीं कर सकते हैं, ऐसी अमूल्य वस्तु है। അങ്ങനെ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുന്നതിന് നമുക്ക് ഇടയായി തീരും. ऐसा हमारा मसीह की आत्मा में परिपूर्णता में संपूर्णता में सामर्थ्य पाए। അപ്പം അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടത്രേ. आंतरिक आत्मा, आंतरिक व्यक्तित्व सामर्थ्य पाने के लिए पवित्र आत्मा की आवश्यकता है। നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വസിക്കുന്നത് വിശ്വാസത്താൽ അത്രേ. हमारा हृदय में मसीह रहते हैं विश्वास के आधार पर। നമുക്ക് ഒരു ശക്തമായ അടിസ്ഥാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. हमें एक ऐसा अच्छे नेम डालते हुए एक सामर्थ्य हमारे में होना चाहिए। നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെതായ സ്നേഹമത്രേ. वो आत्मिक जीवन की नेव यू है और विश्वास में मल्ल युद्ध करने में। അതുകൊണ്ട് എഫെസോസ് സഭയിലെ എന്നല്ല, ലോകത്തെല്ലായിടവുമുള്ളതായ വിശ്വാസികളോട് താൻ പറയുന്നത് കർത്താവിന്റെ സ്നേഹത്തെ, അതെ, ആ സ്നേഹം പരിമിതികളില്ലാത്ത കർത്താവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അത്രേ. मसीह हमें यही बात सिखाता है, सीमा छोड़कर जितने औरों की हृदय में मसीह के प्रेम मेल मिलाप के बारे में बताने के लिए। നാം മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് അന്യോന്യം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. औरों की बोझ उठाते हुए आपस में प्रार्थना में मेल मिलाप करना हमारा कर्तव्य है। സ്വാർത്ഥതയുള്ളതായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അത് ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ ഇൻ ടേംസ്. അതങ്ങനെയൊന്നുമില്ല. സെൽഫിഷ് ആയിട്ടുള്ളതായ ആളുകൾക്ക് ക്രിസ്ത്യാനികളാകുവാൻ കഴിയത്തില്ല. और ईसाई नाम देना चाहते, इसका मतलब अच्छे विश्वासी होने के लिए और अपने आप को जांच लेते हैं, अपने आप को मेरा मेरा कहते हैं, ये लोगों को ईसाई नाम दिया जा नहीं सकते हैं। സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ക്രിസ്തുവിന്റെ മാതൃക സ്വീകരിപ്പാൻ എല്ലാ വിശ്വാസികളും തയ്യാറാവണം. अपने आप की है ये सोच विचार सिवा औरों के कष्ट शोक को देखते हुए आशा भरी आग्रह के साथ दौड़ना करना हमारा काम है। ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അത് നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതം, അത് ക്രിസ്തുവിന്റെ സ്നേഹവും അത് മനസ്സലിവും ക്ഷമയും ഒക്കെ തന്നെ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുന്നതായിരിക്കും. हमारा मसीह की विश्वास यही है, विश्वास योग्य में रहना चाहता है तो हम मसीह में दिए हुए प्रेम औरों को दिखाना और देना, ये हमारे लिए बुलाहट दी है। ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ക്ഷമിക്കുന്നതായ സ്നേഹമത്രേ. मसीह के प्रेम यू है, क्षमा देते हैं അത് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുന്നതായ സ്നേഹമത്രേ. और खोए हुए लोगों को वापस लाना यो प्रेम है। അത് ഈ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല. यो प्रेम को कुछ व्यवस्था नहीं होते हैं। ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ മറ്റുള്ളവരിലേക്ക് സൗഖ്യവും നിത്യജീവനും പകർന്നു കൊടുക്കുന്നതിന് ഇടയായിത്തീരും. मसीह के प्रेम के कारण औरों को चंगाई और मेल मिलाप दिखाना हमारा काम है। എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടേതായ യോഗ്യത കൊണ്ടല്ല. हमारा मसीह का प्रेम हम योग्यता में है यही कारण से नहीं। കർത്താവിന്റെ പരിമിതികളില്ലാത്തതായ കൃപയത്രേ അതിന് കാരണമായിട്ടുള്ളത്. मसीह ने सीमा नहीं रखता है, सीमा सिवा विदायत अनुग्रह प्रभु हमारे लिए देते हैं। ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്നതായ അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചതായ ഒരു വ്യക്തിക്ക് കർത്താവിന്റെ സ്നേഹം രണ്ടാമതൊരു അവസരം കൂടി കൊടുക്കുന്നു.
और मसीह के इतने अमूल्य प्रेम मिले हुए लोगों को और एक बार प्रभु की अनुग्रह प्रेम दिया देता है। ഈ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കർത്താവ് നമ്മിൽ വസിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. मसीह हमारे में वास करेगा तो ये प्रेम दूसरों को बांट सकते हैं। ഇനിയും 3:20-21 വായിക്കാം. तीसरे एफेसियों के पत्र तीसरा अध्याय 20 और 21वां पद में यही बात पाया जाता है। अब जो ऐसा सामर्थ्य है कि हमारी विनती और समझ से कहीं अधिक काम कर सकता है, उस सामर्थ्य के अनुसार जो हम में कार्य करता है, कलीसिया में और मसीह यीशु में उसकी महिमा पीढ़ी से पीढ़ी तक युगान युग होती रहे. ഇവിടെ നാം വായിക്കുന്നത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയെ കുറിച്ച് അത്ര. यहाँ पर पाया जाता है असीम सामर्थ्य के बारे में. അത് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നതിന് കഴിവുള്ളതായ ദൈവമത്തെ. ये सामर्थ्य हमारी विनती और समझ से कहीं अधिक काम करता सकता है. അത് മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഒന്നത്രേ. ये मनुष्य की बुद्धि में समझ नहीं होता है. ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ അവർക്ക് ആകാശത്തിൽ നിന്നും മന്ന ദൈവം പൊഴിച്ചു കൊടുത്തു. और इसराइलियों ने मरुस्थल की ओर जा रहे हैं, तब आकाश से स्वर्ग से इसको खाने के लिए मना दिया है. അത് ഒരു മനുഷ്യർക്കും ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ലായിരുന്നു. जो कोई किसी को चिंता में ला नहीं सकते हैं. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് പ്രവർത്തിക്കുന്നതായ ഒരു ദൈവം. हमारा चिंता और हमारा कल्पना की सीमा छोड़कर परमेश्वर ने हमारे लिए अद्भुत कार्य करते हैं. ദൈവം അസാധാരണമായ വഴിയിലൂടെ അത്രേ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. मसीह हमारे लिए हमारा पूछताछ को पूरा करते हैं. जो हमारा चिंता में कल्पना में जो बात आते नहीं है, അതത്ര ദൈവത്തിന്റെ അത്യന്ത ശക്തി എന്ന് പറയുന്നത്. वो ही है परमेश्वर का असीम सामर्थ. മനുഷ്യ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒന്നത്രേ. मनुष्य की बुद्धि की आगे है. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഈ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്നത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയിലും അവന്റെ പരമാധികാരത്തിലും വിശ്വസിക്കുവാനത്രേ. और प्रेरित पौलुस ने हमें सिखाते हैं मसीह की असीम सामर्थ, वो शक्ति हमारे में दिया देता है. ഈ ദൈവത്തിന്റെ അത്യന്ത ശക്തിയെ കുറിച്ച് നാം അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ദൈവം ചരിത്രത്തിലൂടെ തന്റെ ശക്തി തെളിയിച്ചു. और यहोवा परमेश्वर ने मसीह ने उनका असीम सामर्थ्य हमारा चिंता में कल्पना में नहीं ला सकते हैं, फिर भी कामों के बारे में प्रभु ने दिखाया जाता है. ഒരു സ്ത്രീ, ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. एक बार एक धनी स्त्री थी. ആ ധനികയായ സ്ത്രീയും പണം ചെലവാക്കുന്നതിന് വളരെയധികം പിശുക്ക് കാണിക്കുന്നതായ ആളായിരുന്നു. ये धनी स्त्री ने धन व्यवहार करते हैं, ये सीमा रखते हैं, लोची है. അവരുടെ ഏക മകന് കാലിന് ഒരു അസുഖമുണ്ടായപ്പോൾ അത് നല്ല ചികിത്സ കൊടുക്കുന്നതിന് അവർ തയ്യാറായില്ല. और इनका बेटा को पैर को छोड़ लगा है, उसका दवा देने के लिए उन्होंने तैयारी नहीं हुई. അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി ചെറിയ ചെലവിലുള്ളതായ ചികിത്സ എത്ര അവർ നടത്തിയത്. और सामने एक दवाखाना में जाकर छोटा सा दवा दिया था. എന്നാൽ ആ മകന്റെ അവന്റെ കാലുകൾ അവന് നഷ്ടമായി. और इसका भल यही है, ये बेटा की भल काल पाओ पैर दोनों नुकसान हो गया. എന്നാൽ പിന്നത്തേതിൽ ആ മാതാവ് മരിക്കുന്നതിനിടയായി. और आगे दिनों में इनका माता मर गई है. എന്നാൽ അവരുടെ
ആം, കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് അവര് കോടിക്കണക്കിന് രൂപയുടേതായ സ്വത്ത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നത്. उसका घर वो देखा है, करोड़ों करोड़ों रुपया की अधिपति थी वो भी स्त्री। തനിക്കുണ്ടായതായ ആ വലിയ ധനത്തെ അത് അവർ ഉപയോഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. इतने धन थे, उपयोग करने के लिए उनका मन नहीं लगा। അതുപോലെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ വലിയ ഒരു റിസോഴ്സ് ആണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ऐसे ना ये प्रभु ने हमें दिया हुआ एक बड़ा अमुक सामर्थ्य है पवित्र आत्मा। ഈ പരിശുദ്ധാത്മ ശക്തിയെ ഇന്ന് ലോകത്തില് ഏറ്റവും കുറച്ച് മാത്രം ഉപയോഗിക്കുന്നതായ ഒന്നായി തീർന്നിരിക്കുന്നു. ये पवित्र आत्मा की सामर्थ्य, वो शक्ति को हम सीमा डालते हैं। അപ്പം ഈ പരിശുദ്ധാത്മ ശക്തി നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. पवित्र आत्मा को पा सकता है, परमेश्वर को और असंभव की बात कुछ नहीं है। അപ്പൊ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി ഇരിക്കാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിന്തുടർന്നുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം സാക്രിഫിഷ്യലായിട്ട് ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്രേ. हमारे में वास करता है पवित्र आत्मा की सामर्थ्य, जो असीम सामर्थ्य प्रभु ने हमारे लिए दिया गया है। ഈ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. हम मसीह की ओर प्रार्थना करते हैं, मसीह आश्चर्य काम कार्य करता है। നവോത്ഥാന കർത്താവായിരുന്നായ മാർട്ടിൻ ലൂതറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു. और मार्टिन लूथर यो नाम की व्यक्ति के बारे में स्मरण करेगा, एक बात याद में आया है। അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. उसको एक बड़ा प्यारा भाई थे। താൻ വളരെ രോഗബാധിതനായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹം മാർട്ടിൻ ലൂതറിന് ഒരു കത്തെഴുതി. वही बीमार की हाल में पड़ा तब मार्टिन लूथर ये व्यक्ति को एक चिट्ठी डाला है। മാർട്ടിൻ ലൂതറിന് ഈ വ്യക്തി ഒരു കത്തെഴുതി. मार्टिन लूथर ने ये व्यक्ति को वापस एक चिट्ठी दिया है। മാർട്ടിൻ ലൂതർ പിന്നെ തന്റെ സ്നേഹിതന് മറുപടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു: ഇല്ല, നിങ്ങൾ മരിക്കുവാൻ പാടില്ല. मार्टिन लूथर ने उनका दोस्तीदार को जवाब दिया, ये प्यारे तू मृत्यु नहीं पाएगा। എനിക്ക് ഈ നവീകരണത്തിൻ്റെതായ ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹായം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നത്രേ. मैं ऐसा अच्छे सेवकाई, नया नियम की सेवकाई करने के लिए आपकी सेवकाई मेरे लिए जरूरत है। അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മരണം സംഭവിക്കുകയില്ല എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. और यीशु मसीह के नाम लेते हुए प्रख्यापित करते हैं, तू मृत्यु नहीं पाएगा। ആ മനുഷ്യൻ പിന്നത്തേതിലെ 6 വർഷം സുഖമായി ജീവിച്ചു. जो व्यक्ति 6 साल और आगे जीवित रहा है, ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ടത്രേ മാർട്ടിൻ ലൂതർ മരിച്ചത്. जो व्यक्ति की मृत्यु के बाद में 2 साल और मार्टिन लूथर जीते रहा। നമ്മിൽ വ്യാപരിക്കുന്നതായ അത്യന്ത ശക്തി അതത്രേ. हमारे में सामर्थ्य होते हैं, वो शक्ति हमारा ईश्वरीय की शक्ति है। നാം പറയുന്നത് അത് സംഭവിക്കും. हम कहे वो बात संभवित हो गए। നമുക്ക് അനേകം കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരുന്നുണ്ടാകാം. हमारा जानकारी में बहुत सारे बात आते होते रहे। ഭയന്ന് ഇരുന്ന് ശത്രുവിനെ കണ്ട ഭയന്ന് ഒളിച്ചിരുന്നതായ ഗിദെയോനെ കുറിച്ച് നമുക്കറിയാം. मोर शत्रुओं को देखते हुए भयभीत होकर चुप में रहा हुआ समय मोर गिदोन के बारे में हम देखते हैं। ഗിദെയോനെ ദൈവം വിളിച്ചത് പരാക്രമശാലിയെ എന്നത്രേ. ये गिदोन को बुलाकर ईश्वर की ओर से मिला शूरवीर। ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ, ഈ അത്യന്ത ശക്തി അവന്റെ മേൽ വ്യാപരിക്കുമ്പോൾ അവൻ ആള് മാറിയതുപോലെയാകും. ये परमेश्वर की शक्ति सामर्थ्य उन पर आया, जो गिदोन की
एक दूसरे के बदलाहट आ गया। ദൈവം നമ്മെ കാണുന്നത് നാം ഇപ്പോഴിരിക്കുന്നതായ അവസ്ഥയിലല്ല, നാം എന്തായി തീരുവാൻ പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ വിളിക്കുന്നത്. परमेश्वर हमको बुलाहट देता है। आज के दिनों की अवस्था क्या है, आगे के दिन की अवस्था को उन्होंने जांच लेते हैं। പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ പലപ്പോഴും പല അബദ്ധങ്ങൾ കാണിച്ചു, പലപ്പോഴും അവൻ ദുഃഖിതനായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി ജീവിതത്തിൽ. प्रेरित पत्रोस के बारे में भी हम पाया जाता है, कई प्रकार के प्रश्न दुखित और खेदित में रहते थे। എന്നാൽ പത്രോസിനെ യേശു പറഞ്ഞത്, പത്രോസെ നീ പാറയാകുന്നു എന്നത്രേ. ये पत्रोस को मसीह ने कहा, हे पत्रोस तू चट्टान है। ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ വരുമ്പോൾ തന്നിലൂടെ എത്ര വലിയ കാര്യങ്ങളാണ് നടക്കുവാൻ പോകുന്നത് എന്നുള്ളതിനെ കണ്ടുകൊണ്ടത്ര ദൈവം അവനെ അങ്ങനെ പത്രോസ് നീ പറയാം. मसीह ने पत्रोस को हाथ में लेकर इस्तेमाल करने के लिए आगे कार्य है। इसी कारण में पत्रोस की गुड़गुड़ाहट एकदम सीमा की अंदर है, मसीह दिखाया है। പ്രിയരെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആ രീതിയിൽ എത്ര കാണുന്നത്. प्रत्येकों को बुलाहट मिला है, प्रभु की आशा आग्रह वो ही है। ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ മേൽ വരുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടിയും അത് ഒരു പടക്കുതിരയെ പോലെ ഓടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. और मसीह की सामर्थ्य शक्ति हमारे में आते हैं। युद्ध के लिए तैयार किया हुआ एक घोड़ा की नाई है। ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. फिलिपियों की पत्री 4 अध्याय की 14 अध्याय की 19वां पद में यह पाया जाता है। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. मेरा परमेश्वर भी अपने उस धन के अनुसार जो महिमा सहित मसीह यीशु में है तुम्हारी हर एक घटी को पूरा करेगा. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും നമുക്ക് ഒരു നന്മയും മുടക്കാത്ത ഒരവസ്ഥ. യു ഷാൽ ലാക്ക് നത്തിങ്. सचमुच मसीह की दृष्टि, उनकी शक्ति हमारे में होवे तो कोई कमी घटी हमारे में नहीं रहेगी. ക്രിസ്തുവിന്റെ മഹിമാധനം എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. मसीह की महिमा के बारे में भी हम चिंता करेंगे. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരികയും നമ്മുടെ പാപങ്ങളെല്ലാം തന്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. हमारा मसीह संसार में आया, हमारे सारे पाप अपराधों को अपना शीर्ष में उठकर हमारे लिए जीवन त्याग किया है. സാത്താന്യ ശക്തികളുടെ മേൽ, മാനുഷിക ശക്തികളുടെ മേൽ ഒക്കെയും ജയമെടുത്തുകൊണ്ട് യേശു മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. मनुष्य के सामर्थ्य, शैतान की सामर्थ्य ये त्याग करते हुए तीसरा दिन मसीह जी उड़कर भूमि पर आ गया है. പിതാവിന്റെ സന്നിധിയിൽ അധികാരത്തോടുകൂടി ആയിരിക്കുന്നു. अभी पिता परमेश्वर की सम्मुख में अधिकार की झंडा पकड़कर बैठा है. യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയും ചെയ്തതൊക്കെയും അതത്രേ എന്താണ് തന്റെ മഹിമാധനം എന്ന് പറയുന്നത്. वो मसीह ने हमारे लिए दिया है, महिमा की लाभ उठाकर दिया. ഈ മഹിമാധനം ദൈവമക്കൾക്ക് പ്രാപിക്കുവാൻ കഴിയും. ये महत्व की महिमा परमेश्वर के लोगों को प्राप्त कर सकते हैं. കാരണം നമ്മുടെ ഹൃദയങ്ങളിൽ യേശു വാഴുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. कारण हमारा हृदय में मसीह वास करते हैं. അപ്പൊ ദൈവത്തിന്റെ മഹത്വം വിശുദ്ധന്മാരില് അത് നമ്മിൽ അത് വ്യാപരിക്കുന്നു. मसीह परमेश्वर की महिमा परमेश्वर के लोगों के हृदय में वास करते हैं. ഈ ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വസിക്കുമ്പോൾ നാം ശക്തിയുള്ളതായ വിശുദ്ധന്മാരായി തീരുന്നു. मसीह की महिमा हमारे में आते हैं, हम दुर्बल हैं, हम बुद्धिमान और सामर्थ्य बन जाते हैं. ഇതിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ये हमारा मसीह की सामर्थ्य हमारे में आते हैं, हम मसीह के लिए जागते हुए रहते हैं. അത് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം.
एक उदाहरण के साथ, नमूना के साथ विवरण देंगे। ഇസഹാക്ക് ഭാര്യയെ തേടി പോവുകയും അവസാനം റിബേക്കയെ കണ്ടെത്തുകയും ചെയ്തു. इसहाक के लिए एक पत्नी को ढूंढने के लिए एलियाजर को भेजा और रिबेका को मिला है। അപ്പോ റിബേക്കയെ കണ്ടുമുട്ടിയപ്പോൾ ഇസഹാക്കിന് വേണ്ടി എന്താ ചെയ്തത്? ചില ആഭരണങ്ങളൊക്കെ ആ സ്ത്രീയെ അണിയിച്ചു. वो इसहाक के लिए एक पत्नी को ढूंढने के लिए गया और जो एलियाजर ने उनका गहना पहनाया है। പിന്നത്തേതിൽ റിബേക്ക ഇസ്ഹാക്കിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവളുടെ സ്വത്ത് മുഴുവനും അവൾ കൊണ്ടുവന്നു. और आगे के दिन में जो रिबेका ने वो अपने घर में आया, उसका संपत्ति पूरा वहां से लाया है। അതുകൊണ്ട് ദൈവത്തിന്റെ മഹിമാധനം നമുക്ക് ലഭ്യമാകുമ്പോൾ നാം ആത്മീയമായിട്ട് ശക്തി പ്രാപിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. इसी कारण में परमेश्वर की महिमा की धन हमारे में आते हैं, हम सामर्थ्य बन जाते हैं। അതുകൊണ്ട് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. मसीह को एक धन है, जो धन मसीह का धन के आधार पर है। हम निर्बल है, बुद्धिहीन होते हैं, थकेमांदे होते हैं, हमारे ऊपर वो शक्ति सामर्थ्य पाया जाता है। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ये वचनों से हम सबों को प्रभु में से अनुग्रह और सामर्थ्य देंगे। धन्यवाद।